ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററി ചാപ്റ്റർ 3 ആയ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം പഠിച്ചു. അതിന്റെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്ന് പഠിച്ചു. അതുപോലെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പഠിച്ചു, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പഠിച്ചു, സമത്വത്തിനുള്ള അവകാശം പഠിച്ചു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നാണ്. അതായത് നമുക്കെല്ലാവർക്കും ഇഷ്ടമതം വിശ്വസിക്കാനും അത് ആചരിക്കാനും ഉള്ള അവകാശമുണ്ടെന്നാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിത അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്ന്. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്നാണ് നമ്മുടെ ഇതുപോലെ ഒരു കോഴ്സ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ഇത് ആരുടെ വരികളാണ് എന്ന് ചോദിച്ചാൽ ആരുടെ വരികളാണ് അതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക. ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ. ഓക്കെ, അടുത്തത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഉണ്ടോ? ഇല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മതത്തെയും ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല? പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ മതസ്വാതന്ത്ര്യത്തെ ഭരണഘടന എന്ത് ചെയ്യുന്നു? ഉറപ്പു നൽകുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം താഴെ പറയുന്നവ ഉറപ്പു നൽകുന്നു. എന്തൊക്കെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് വൺ, സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം എല്ലാ ജനങ്ങൾക്കും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. മൂന്നാമത്തത്, ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിന് എതിരായ അവകാശം. ഇതൊക്കെയാണ് മതസ്വാതന്ത്ര്യത്തിന് ഭരണഘടനാ ഭേദഗതി നടത്തിയിട്ടുള്ള ഉത്തരവുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതേസമയം ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടുള്ളതല്ല എന്നും ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മതപരമായിട്ടുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് വായിച്ചു വെക്കുക. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. ഓക്കെ, അതായത് ഇവിടെ ഒരു പേപ്പർ കട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നാണ് അതിന്റെ പിക്ചർ എന്ന് നോക്കുക. അതായത് ന്യൂനപക്ഷ പദവി ലഭിച്ചു, അതുപോലെ തന്നെ 3 കോടി രൂപ അനുവദിച്ചു എന്നൊക്കെ. ഇപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം വൈവിധ്യങ്ങളുടെയൊക്കെ നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും ആണല്ലോ. കൂടാതെ അതുപോലെ തന്നെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തിന് നമ്മുടെ ഭരണഘടന മുഖ്യ പരിഗണന നൽകുന്നുണ്ട്. എന്താണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ള ഭേദഗതികൾ, അതായത് റൂളുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. ഈ 2 അവകാശങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാ ഭേദഗതി നൽകിയിട്ടുള്ള അവകാശം എന്ന് പറയുന്നത്. വായിച്ചു വെക്കുക. അടുത്തത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. എന്താണ് ഭരണഘടനാപരമായ പരിഹാരം എന്ന് നമുക്ക് നോക്കാം. അതായത് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം, അല്ലേ? അതിനും ഒരു പരിഹാര മാർഗം ഉണ്ടാവണം, അത് ഉറപ്പായിട്ടും വേണം. ഇപ്പോൾ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു വ്യക്തിക്ക് തന്റേതായ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ഭരണഘടനയിൽ വന്നിട്ടുള്ള നിയമങ്ങളെ ലംഘിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശവും എന്തോന്നിലുണ്ട്? പരമായ പരിഹാരം കാണാനുള്ള അവകാശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രകാരം ഈ ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ പരിഹാരം കാണാനുള്ള അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? റിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് മെയിനായിട്ട് ഓർത്തു വെക്കുക. എന്താണ് റിട്ട് എന്ന് ചോദിച്ചാൽ എന്താണ്? മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ ആണ് റിട്ടുകൾ എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കുക. അവിടെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്തത് ഭരണഘടനാ പരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ വാക്കുകൾ ഇവിടെ ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണാനുള്ള അവകാശമാണ് അംബേദ്കറെ ഒരുപാട് സ്വാധീനിച്ചത് എന്നാണ് ഈ ഒരു കോഴ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. അടുത്തത് എന്താണ് റിട്ടുകൾ? നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. എന്താണ് റിട്ടുകൾ? അതായത് മൗലിക സംരക്ഷണത്തിനായി, അവകാശ സംരക്ഷണത്തിനായി 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട്. അതായത് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, സെർഷ്യോററൈ, അതുപോലെ തന്നെ പ്രൊഹിബിഷൻ എന്നിവയാണ് അവ. അപ്പൊ റിട്ടുകൾ എത്ര തരം? ചിലപ്പോൾ ഇതുപോലെ റിട്ടുകളുടെ പേര് തന്നിട്ട് ഇതെന്താണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് എത്ര തരത്തിലുള്ള റിട്ടുകളാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഹേബിയസ് കോർപ്പസ് ഉണ്ട്, അതുപോലെ മാൻഡമസ് ഉണ്ട്. ഏതാണ്? മാൻഡമസ് ഉണ്ട്. കോ വാറന്റോ ഉണ്ട്, അതുപോലെ തന്നെ സെർഷ്യോററൈ, എന്താണ്? സെർഷ്യോററൈ, അതുപോലെ തന്നെ പ്രൊഹിബിഷൻ എന്നിവ എന്താണ്? റിട്ടുകളാണ്. അപ്പോൾ റിട്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്ക് ഹൈക്കോടതിക്കും അധികാരമുണ്ട്. അവർ തയ്യാറാക്കുന്ന ഒരിതാണ് എന്തുകൊണ്ട്? റിട്ടുകൾ എന്ന് ഓർത്തു വെക്കുക. അടുത്ത് നമുക്ക് പോകാം. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? അതായത് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഒരു കൊളാഷ് തന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഒരു കർമ്മ പരിപാടി, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് കർമ്മ പരിപാടി ആവിഷ്കരിച്ചു, അല്ലെങ്കിൽ റിബേറ്റ് പ്രഖ്യാപിച്ചു, പാൻ മസാലകൾ നിരോധിച്ചു എന്നൊക്കെയുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ്? അതായത് ജനക്ഷേമം മുൻനിർത്തി നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് വേണം? ഭരണഘടനാപരമായിട്ടുള്ള രീതി ബേസ് ചെയ്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ അതായത് 4-ാം ഭാഗത്താണ്, ഭരണഘടന 4-ാം ഭേദഗതിയിലാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭേദഗതിയിലാണ്? ഭരണഘടനയുടെ 4-ാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. അതായത് ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന തത്വങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണ് എന്ന് ഓർത്തു വയ്ക്കുക. എത്രാമത്തെ ഭേദഗതിയിലാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനയുടെ 4-ാം ഭാഗത്താണ്, 4-ാമത്തെ ഭാഗത്തിലാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും ഒക്കെ എന്ത് ചെയ്യണം? രാഷ്ട്രം ഈ ഒരു ഭേദഗതിയെ എന്ത് ചെയ്യണം? പരിഗണിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അത് ഓർത്തു വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നിർദ്ദേശ തത്വങ്ങളിൽ പെടുന്ന ചില ഇനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതായത് സൗജന്യമായിട്ട് നിയമസഹായം ലഭിക്കും,
സ്ത്രീക്കും പുരുഷനും തുല്യമായ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണം, അതൊന്ന്. പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കൽ. ഇതൊക്കെയാണ് ഈ ഒരു നിർദ്ദേശക തത്വത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിർദ്ദേശക തത്വം, അതെന്തൊക്കെയാണ് എന്ന് ഓർത്തു വെക്കുക. അടുത്തത് നമ്മൾ വരുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ പല ആശയങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ചിലതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ 1, 2 കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ 2, 3 ലഹരി വസ്തുക്കളുടെ നിരോധനം. ഇതൊക്കെയാണ് ഇദ്ദേഹം നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അവകാശ സംരക്ഷണത്തിന് മൗലിക അവകാശങ്ങൾ ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനായുള്ള നിർദ്ദേശക തത്വങ്ങൾ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. മൗലിക അവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് വേണം? നിർദ്ദേശക തത്വങ്ങൾ കൂടി നടപ്പിലാക്കണം. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും മെച്ചപ്പെടുത്താനും സഹായകമായ മാനദണ്ഡങ്ങൾ എന്ന നിലയിൽ നിർദ്ദേശക തത്വങ്ങളുടെ പ്രാധാന്യം ആർക്കും നിഷേധിക്കാനാവില്ല എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞത്. അല്ലേ? അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഉറപ്പായിട്ടും നിർദ്ദേശക തത്വങ്ങൾ പാലിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്? ക്ഷേമം എന്ന് പറയുന്ന ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. അതായത് എല്ലാ ജനങ്ങളുടെയും ക്ഷേമമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവ്വതോമുഖമായ ഉന്നമന ലക്ഷ്യമിട്ട് ജനങ്ങളുടെ സംരക്ഷണവും സേവനവും എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം എന്ത് ചെയ്യുന്നു? ഉറപ്പ് നൽകുന്നു. ദാറ്റ് ഈസ് കോൾഡ് ക്ഷേമരാഷ്ട്രം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ മൗലിക നിർദ്ദേശക തത്വങ്ങളിൽ ഉള്ളത്. അതുപോലെ തന്നെ അടുത്ത് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ് മൗലിക കർത്തവ്യങ്ങൾ, അതായത് ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അതൊക്കെയാണ് മൗലിക കർത്തവ്യങ്ങൾ. അതായത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടണം, ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം, രാഷ്ട്രത്തിന്റെ ഐക്യ അഖണ്ഡതയും വളർത്തൽ, പരിസ്ഥിതി സംരക്ഷിക്കൽ. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഭരണഘടനയുടെ 4 ഭാഗം മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് ആർട്ടിക്കിൾ എ. ഓക്കെ, അതായത് എയിൽ പറയുന്നത് രാഷ്ട്രീയ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതായത് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ എന്ത് ചെയ്യണം? രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? മൗലിക കർത്തവ്യങ്ങൾ ഓരോ വ്യക്തിയും അവരവരുടേത് തന്നെ കാണിക്കുന്ന ഉത്തരവാദിത്തമാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും മൗലിക കർത്തവ്യങ്ങളും എന്തൊക്കെയാണ്? സമൂഹത്തിന്റെ നിലനിൽപ്പിന് നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. മൗലിക അവകാശങ്ങളിലൂടെയും നിർദ്ദേശക തത്വങ്ങളിലൂടെയും പരമാവധി സ്വാതന്ത്ര്യം, ജനക്ഷേമം ഇതൊക്കെ രാഷ്ട്രം ശ്രമിക്കുന്നു. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുകയും ജനങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ രാഷ്ട്രത്തിന് എന്തുണ്ടാവുകയുള്ളൂ? ഐക്യവും പുരോഗതിയും കൈവരിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. നല്ല പോലെ ഈ ചാപ്റ്റർ വായിച്ചു വെക്കുക. ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. അവകാശങ്ങൾ എന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങളെ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ ഉള്ള അവകാശം, ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ഷേമരാഷ്ട്രത്തിനുള്ള നിർദ്ദേശങ്ങൾ എന്ന് ഉദ്ദേശിച്ച് കൊണ്ടുവന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ. പിന്നെ നമ്മൾ പഠിച്ചത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചും പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ മൗലിക അവകാശങ്ങൾ, മത സമത്വം എന്തൊക്കെയാണ്, മൗലിക കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, സാംസ്കാരിക തത്വം എന്താണ്, നിർദ്ദേശക തത്വം എന്താണ്, സാംസ്കാരികപരമായിട്ടുള്ള വളർച്ച എന്താണ്, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള മാർഗം എന്താണ്, പിന്നെ വിദ്യാഭ്യാസപരമായ അവകാശം എന്താണ്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്താണ്, അതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ now let's wind up this section. If you like my channel, please like, share and subscribe. Okay, see you tomorrow. Okay, thank you.